അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീട്ടിനടുത്ത് അന്ന് 5 കാലുള്ള പശുവിനെ കണ്ടല്ലോ, ഇപ്പോൾ അടുത്തത് ഒട്ടകവും കൊണ്ട് സവാരിയാണ് ഈ കാശിന് വേണ്ടിയിട്ട്. ഇത് 2-3 ദിവസം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മാല വിടുവോ മഴയിൽ നല്ല ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിനകത്ത് കയറി ഇരിക്കാൻ നോക്കും. മാലയ്ക്ക് ഈ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല. സൈക്കിളൊക്കെ എടുത്തിട്ട് നല്ല ഉത്സാഹമായിട്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റിന് താഴെ കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വെളിയിൽ നിന്നും ഈ കുഞ്ഞു നായ്ക്കുട്ടികളൊക്കെ അകത്ത് കയറി വന്ന് പൂച്ചയ്ക്ക് പ്രശ്നം വരാതിരിക്കാൻ. അപ്പം അതൊക്കെ എടുത്ത് മാറ്റി സൈക്കിളൊക്കെ എടുത്ത് അകത്ത് വെച്ച്, അപ്പോൾ മഴയത്തും വെയിലത്തും ഒക്കെ ജോലി കഴിയുന്നതും മുടക്കാതെ തന്നെ മാല എത്താറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തിരക്കിൽ കഴിക്കുകയാണ്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചുറ്റിലും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. നന്നായിട്ട് കണ്ണാക്കി അടച്ച് അവർക്ക് ഈ ക്യാറ്റ് ഫുഡ് ഞാൻ തനിയെ, നമ്മൾ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർക്ക് ആ ഫുഡ് വന്ന് മതിയാകില്ല. അതിനായിട്ട് ഞാൻ ക്യാറ്റ് ഫുഡ് പ്രത്യേകം വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് പേരെ രാവിലെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരിനി വരുന്ന മുറയ്ക്ക് ഞാൻ കോളേജിൽ തിരിക്കുന്നതിന് മുമ്പ് അവർക്കും കൂടെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ നല്ല ഭംഗിയും രാവിലെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എപ്പോഴും മഴ പെയ്യുന്നുണ്ട്. നല്ല മേഘാവൃതമായിട്ട് തന്നെ ഇരുണ്ട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ആകാശത്ത്. നല്ല ഈ മരങ്ങളുടെ പച്ചപ്പും ഒറ്റ നോട്ടത്തിൽ ഇവിടെയൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ കേരളത്തിൽ തന്നെ താമസിക്കുന്ന പോലെ തോന്നുകയുള്ളൂ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതുപോലെ 4 ചുറ്റും നല്ല മരങ്ങളും തണലുമൊക്കെയാണ്. അപ്പോൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് ചിലവർ ഇതിൽ പാലൊക്കെ വാങ്ങിച്ച് കുടിക്കും. അപ്പോൾ അതിനായിട്ട് ചിലർക്ക് പാൽ കുടിക്കുന്ന ഇഷ്ടമല്ല, വെറും വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഭയങ്കര കളികളൊക്കെയാണ്. അപ്പോൾ മരത്തിലോട്ട് കയറുകയും ഈ പറഞ്ഞ പോലെ അണ്ണാനെ പിടിക്കാനോ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയും, അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഉത്സാഹമാണ്. പിന്നെ അവരിടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുക്കും. പിന്നെ റോഡിലോട്ട് കാഴ്ചകളൊക്കെ നോക്കിയിരിക്കും. കഴിച്ചു കഴിഞ്ഞവരൊക്കെ ഇറങ്ങി താഴോട്ട് അങ്ങനെ പോകും. അപ്പം അല്ലാത്തവർ 2-3 പേര്, ഏഞ്ചലും ടൈനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാറ്റ് ഫുഡ്. അവർ കൊടുക്കുന്നതൊന്നും ബാക്കി വെക്കില്ല. മറ്റുള്ളവരും കൂടെ ബാക്കി വെക്കുന്നതും കൂടെ അവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അവരെ ഷൂട്ട് ചെയ്യുന്നതൊന്നും അവർക്ക് അറിയുന്ന പോലും അത്രയ്ക്ക് കണ്ണൊക്കെ അടച്ച് നല്ല രസമായിട്ട് ആഹാരം കഴിക്കുന്ന തിരക്കിലാണ്. ഇത് നമ്മുടെ ടൈനിയുടെ മോനാണ്. വലുതായി, ഇപ്പം കുഞ്ഞായിട്ട് ഇരുന്നതാണ്. അപ്പം 3 മാസം പ്രായമായി. ഇദ്ദേഹത്തിന് നിങ്ങൾ കണ്ടു കാണുമോയെന്ന് അറിയില്ല. ഇദ്ദേഹമാണ് റുഡോൾഫ്. ഇത് ടൈനിയുടെ മുമ്പിലത്തെ പ്രസവത്തിലത്തെ ഒരു പെൺപൂച്ചയാണ്. അപ്പോൾ ഇതുവരെയും ഇവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നും ഫുഡൊക്കെ കഴിക്കാൻ നേരം വരും. അപ്പം അവൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊക്കെ പോയിരുന്ന് റെസ്റ്റൊക്കെ എടുക്കും. അടുത്ത ഫുഡിൻ്റെ സമയമേ ഇനിയിപ്പോൾ പോയാൽ അവൾ വരാറുള്ള പതിവുള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ ഈ ഷൂട്ടൊക്കെ ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ട് നന്നായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പോസ് ചെയ്ത് കാണിക്കും. ഇതാണ് നമ്മുടെ ടൈനിയുടെ മോള്. നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാണത്. അവൾ ഫുഡൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ചിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പോകാനായിട്ട് സമയം ആവുന്നെങ്കിലും ഇവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഈ നേരം പോകുന്നതേ അറിയാറില്ല. കുറച്ച് നേരം ഞാൻ രാവിലെ എന്നും, പിന്നെ രാത്രിയിൽ അവർക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഉള്ളതൊക്കെ ഇവിടെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫോഗിങ് ചെയ്യുന്നത് അവർ വന്ന് വണ്ടിയിൽ ചെയ്യുന്ന പതുകൊണ്ട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മെഷീൻ വെച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പൊരു ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇത് വന്നിട്ട് വണ്ടിയിൽ അത് ഘടിപ്പിച്ചിട്ട് ഈ സ്ഥലം മൊത്തം രാത്രി വന്നിട്ട് 2 ദിവസം മുമ്പ് ഇത് ഫോഗിങ് ഒക്കെ ചെയ്ത് നമ്മുടെ കൊതുകിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ കണക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇതിപ്പം കുളിർ സീസണ്, രാത്രിയിലൊക്കെ നല്ല മിസ്റ്റും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഇത് അവർ ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർന്ന് വാച്ച്